അപ്പൊ തിരുവനന്തപുരത്ത് തന്നെ പല ആളുകളും പറയുകയുണ്ടായി, നിങ്ങൾ ഇത്തവണ ഇലക്ഷൻ വളരെ ഗൗരവത്തിലാണ് കാണുന്നതെന്ന് മനസ്സിലായി, 2 തവണയും നിങ്ങൾക്ക് അത്ര ഗൗരവം കാണിച്ചില്ല എന്നൊക്കെ ഒരു ചില വിമർശനങ്ങളുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഇത്തവണ തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലെ പല സ്ഥലത്തും ഇതിനകം സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കാനും സ്ഥാനാർത്ഥി നിർണയമായിട്ട് മുന്നോട്ട് പോകാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡിസംബർ 9, 11 തീയതികളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നല്ലൊരു റിസൾട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടത്തുന്ന ചില പ്രഖ്യാപനങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു കാര്യവും ഒരു നെഗറ്റീവ് അപ്രോച്ചിൽ കാണുന്നില്ല. പക്ഷേ ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ നടക്കുമ്പോൾ 2 ചോദ്യമാണല്ലോ. ഒന്ന്, ഇത്രയും കാലം ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഡിമാൻഡുകൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പ്രഖ്യാപിക്കുന്നത് ഇലക്ഷൻ സ്റ്റണ്ടാണോ എന്ന് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇതിന്റെ ഫണ്ട് എങ്ങനെ മൊബിലൈസ് ചെയ്യും? നിങ്ങളുടെ തന്നെ കണക്ക് പ്രകാരം 10-15,000 കോടി വേണം. ഈ പണം എവിടെ നിന്ന് ലഭ്യമാവും? ഇത് എത്ര സമയത്തിനുള്ളിൽ നടപ്പാവും? അപ്പൊ ഇത് ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ അത് ഇലക്ഷൻ സ്റ്റണ്ടെന്ന് ഞങ്ങൾ പറയുമ്പോൾ എല്ലാത്തിനും ഞങ്ങൾ നെഗറ്റീവ് അപ്രോച്ചിലല്ല കാണുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും സമയമെടുത്തു? ഇനി ഈ 10,000 കോടി എങ്ങനെ സ്വരൂപിക്കാൻ കഴിയും? ഇപ്പോഴും തന്നെ സഹകരണ സ്ഥാപനങ്ങളോട് സഹായം ചോദിച്ചിരിക്കുകയാണ്. ഇപ്പൊ സഹകരണ സ്ഥാപനങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. മറ്റൊന്നും കൊണ്ടല്ല, സഹകരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ ആ സ്ഥാപനം ആര് ഭരിക്കട്ടെ, സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഇവിടെ പണം നിക്ഷേപിക്കുന്നത് അത്ര ഗുണകരമല്ല എന്നുള്ള ചിന്താഗതി ഉണ്ടാവും. പല സഹകരണ സ്ഥാപനങ്ങളിലും നിക്ഷേപകർ തന്നെ അത് പിൻവലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിൽ വീണ്ടും സർക്കാർ ഇവരോട് പണം ആവശ്യപ്പെടുമ്പോൾ അത് അവർക്ക് താങ്ങാൻ കഴിയുന്ന കാര്യമല്ല. രണ്ടാമത്, ഈ കേരള വികസനത്തിന്റെ ഭാഗമായി ജനങ്ങളോട് അഭിപ്രായം ചോദിക്കുന്ന ഒരു സംവിധാനം, ഞങ്ങൾ ആ സംവിധാനത്തിനോട് എതിർപ്പൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ സർക്കാർ കണക്കെടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ. പക്ഷെ അതും അവസാന കാലത്താണെന്ന് ഓർക്കണം. 10 വർഷം ആണ് അധികാരത്തിലിരിക്കുന്നത്. 5 വർഷത്തെ സർക്കാരല്ല ഇപ്പോൾ, 10 വർഷം ആവുകയാണ്. ഇത്രയും കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പക്ഷേ ഇവിടെ ഇപ്പോൾ ലേറ്റസ്റ്റ് വിവരം അതിന് പാർട്ടി പ്രവർത്തകരെ നിയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. പിന്നെ അടുത്ത കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം വന്നു, തിരുവനന്തപുരത്ത് മെട്രോ വരുന്നു. ഇത് ഞാനാണ് നിയമസഭയിൽ 2014 ആണെന്നാണ് ഓർമ്മ, നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. തിരുവനന്തപുരം, കോഴിക്കോട് കോർപ്പറേഷനുകളിലും മെട്രോ വേണം. അന്ന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി ഇത് ലാഭകരമല്ല, അതുകൊണ്ട് ഈ പദ്ധതികൾ തൽക്കാലം മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനന്നൊരു കാര്യം ഊതി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ ലാഭമല്ല നോക്കേണ്ടത്, സമയലാഭമാണ് നോക്കേണ്ടത്. ഞാൻ എക്സാമ്പിളും പറഞ്ഞു, നിങ്ങൾ സഭാരേഖ നോക്കിയാൽ കാണാം. ഇപ്പൊ ഡൽഹി കേരള ഹൌസിൽ നിന്ന് കാറിൽ എയർപോർട്ടിലേക്ക് പോയാൽ 1.5 മണിക്കൂർ എടുക്കും. ട്രാഫിക് ബ്ലോക്കാണെങ്കിൽ പല ആൾക്കാർക്കും ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ട്. എന്നാൽ മെട്രോയിൽ പോയാൽ 15 മിനിറ്റ് കൊണ്ട് കേരള ഹൌസിൽ നിന്ന് എയർപോർട്ടിലെത്താം. എക്സാമ്പിൾ ഞാൻ സഭയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ അന്ന് നെഗറ്റീവായിട്ടുള്ളൊരു സ്റ്റാൻഡാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ഇപ്പോഴ് പെട്ടെന്നൊരു ദിവസം മെട്രോ വരാൻ പോകും. ഞാൻ പറയുന്നത്, ഇപ്പൊ തന്നെ ദേശീയപാതയുടെ നിർമ്മാണം എഴഞ്ഞഴഞ്ഞ് നീങ്ങുക. ഇപ്പൊ നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്ത് നിന്ന് കഴക്കൂട്ടത്തേക്കും
കഴക്കൂട്ടത്തൊക്കെ എത്ര മണിക്കൂറപ്പോൾ ട്രാഫിക് ബ്ലോക്ക്. ദേശീയപാതയുടെ നിർമ്മാണത്തിന് കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ് പല ഭാഗം. ഈ ജോലി ഏറ്റെടുത്ത് പൂർത്തിയാക്കേണ്ട സംസ്ഥാന സർക്കാരാണ്. കേന്ദ്രത്തിന്റെ ഫണ്ടും വർക്ക് നടത്തേണ്ട സംസ്ഥാനമാണ്. ഇതൊക്കെ പൂർത്തിയാക്കാൻ തന്നെ വലിച്ചഴച്ചു കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു ദിവസം മെട്രോയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്ന പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇങ്ങനെയുള്ള പല ഇലക്ഷൻ സ്റ്റണ്ടുകളുമുണ്ട്. ഞങ്ങൾ ഇതിനോടൊന്ന് നെഗറ്റീവ് അപ്രോച്ച് അല്ല. മെട്രോ വേണ്ടെന്ന് ആരും പറയുന്നില്ല. ഞങ്ങളാണ് ആദ്യം വേണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നാലും ഞങ്ങൾ മെട്രോന്റെ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ മുമ്പ് നെഗറ്റീവ് സ്റ്റാൻഡ് എടുത്തവർ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് എടുക്കുകയും എന്നാൽ ഏൽപ്പിച്ച ജോലികൾ പൂർത്തിയാക്കാതെ ഇഴഞ്ഞഴഞ്ഞ് നീങ്ങുകയും ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കും. അത് ഞങ്ങളുടെ ജോലിയാണ് വിമർശിക്കേണ്ടത്. അല്ലാതെ ഭരണകക്ഷി ചെയ്യുന്ന എല്ലാത്തിനോടും കയറി എസ് പറയലല്ല. തെറ്റുകൾ കാണുമ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഇത് ഈ കാര്യങ്ങളൊക്കെ ഊന്നിക്കൊണ്ട് തന്നെ ഉള്ള പ്രചരണമാണ് ഞങ്ങൾ നടത്തുക.